നമസ്കാരം. ആചാരങ്ങളിലെയും പൂജകളിലെയും വ്യത്യാസമാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകത. ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ മാത്രം വിശ്വാസി ദർശനം നടത്തുവാൻ താല്പര്യപ്പെടുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളാണ് പേരുകേട്ടിരിക്കുന്നത്. എന്നാൽ ദേവിയുടെ പാദമുദ്രയിൽ പൂജ നടത്തുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. ശ്രീ രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രമാണിത്. രായിരനെല്ലൂർ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ നാറാണത്ത് ഭ്രാന്തനെയാണ് നമുക്ക് ഓർമ്മ വരിക. പാറക്കല്ല് കഷ്ടപ്പെട്ട് മലയിൽ ഉരുട്ടിക്കയറ്റി മലമുകളിൽ നിന്നും താഴേക്ക് ഉരുട്ടിവിട്ട് പൊട്ടിച്ചിരിക്കുന്ന നാറാണത്ത് ഭ്രാന്തന്റെ തത്വങ്ങളും പൊരുളും ഇന്നും മനസ്സിലാകുന്നതിന് അപ്പുറമാണ് നിലനിൽക്കുന്നത്. നാറാണത്ത് ഭ്രാന്തന്റെ ദേവി പ്രത്യക്ഷപ്പെട്ട ഇടമാണ് രായിരനെല്ലൂർ മല. മലയുടെ മുകളിലാണ് പ്രസിദ്ധമായ ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത് പോലെയുള്ള പൂജകളോ ആഘോഷങ്ങളോ രീതികളോ ഒന്നുമല്ല ഇവിടെ കാണുക. പ്രതിഷ്ഠ മുതൽ ഉത്സവവും നിത്യപൂജയും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ദുർഗാക്ഷേത്രം വ്യത്യസ്തമാണ്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. രായിരനെല്ലൂർ ദുർഗാക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ദേവിയുടെ പാദമുദ്രയിൽ പൂജ നടത്തുന്നു എന്നതാണ്. ഇത്തരത്തിൽ പൂജയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. മാത്രമല്ല, മലയുടെ മുകളിൽ ദേവിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് കല്ലിൽ 9 കാലടികൾ കാണാമത്രേ. ഇതിലൊന്നിൽ ഒരു കാലത്തും വറ്റാത്ത തീർത്ഥം കാണപ്പെടും. ഇത് മലമുകളിലെ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് പ്രസാദമായി നൽകുകയും ചെയ്യും. ദേവി നാറാണത്ത് ഭ്രാന്തന് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട്. മലയുടെ താഴെ നിന്നും കല്ലുരുട്ടി മുകളിൽ കൊണ്ടുവന്ന് താഴേക്ക് ഇട്ടിരുന്ന ഭ്രാന്തനെ ദേവി എന്നും കാണുമായിരുന്നത്രേ. എന്നാൽ ഒരിക്കൽ ദേവി ആൽമരത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭ്രാന്തൻ വന്നുവെന്നും നാറാണത്ത് ഭ്രാന്തന് ദർശനം നൽകിയപാടെ ദേവി ഭൂമി അടിയിലേക്ക് പോയി എന്നുമാണ് വിശ്വാസം. അന്ന് അവിടെ ദേവിയുടെ പാദം പതിഞ്ഞയിടത്ത് നാറാണത്ത് ഭ്രാന്തൻ ആരാധന നടത്തിയെന്നും അതിലൊന്നിൽ ഭ്രാന്തൻ പൂവും പഴങ്ങളും വെച്ച് ആരാധിച്ചുവെന്നും പിന്നീട് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു എന്നുമാണ് വിശ്വാസം. ഇപ്പോൾ ഇവിടെ ഈ കുഴികൾ വാൽക്കണ്ണാടി വെച്ചാണ് ദേവിയെ ആരാധിക്കുന്നത്. പാദമുദ്രയെ ആരാധിക്കുന്ന മറ്റു ക്ഷേത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, ഇവിടെ ഉത്സവമില്ല എന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ ക്ഷേത്രത്തിൽ അശുദ്ധി വന്നാൽ ഇവിടെ പുണ്യാഹത്തിനു പകരം പഞ്ചാഗ്നിയവുമാണ് തിളയ്ക്കുക. തുലാം 1 കൂടാതെ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് പ്രധാന ദിവസം. രാവിലെ മാത്രമാണ് ഇവിടെ പൂജയുള്ളത്. രാവിലെ 6 മുതൽ 8 മണി വരെയാണ് പൂജ.